ഇന്ന് രാവിലെ മുതലേ ഞാനും ഇക്കും പുറത്തേനു കേട്ടാ, കുട്ടികളെ ഒന്നും കൂട്ടിയിട്ടില്ലേനു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡിന്നർ നമ്മൾ പുറത്തുനിന്നാകാന്ന് കരുതിയിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഉപ്പാനെയും കുട്ടികളെല്ലാം കൂട്ടിയിട്ട് നമ്മൾ പുറത്ത് പോകലാന്ന് കേട്ടാ. ഇന്ത്യ 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 ഞാനും എൻ്റെ ഫാമിലീസും ഇഷ്ടമാണ്. ഒരു കുടുംബത്തിൽ നമ്മളാണ് ജീവിക്കുന്നത്. എൻ്റെ ലൈഫ് അങ്ങനെ തുടങ്ങി പോയാണ്. താങ്ക് യു. നമ്മുടെ ഈ കുട്ടി പാടിയ കവിതേൻ്റെ അകത്ത് ഉള്ളതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ലൈഫും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. എൻ്റെ ലൈഫും നല്ല കേട്ടോ, എല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരുപാട് സന്തോഷവും അതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും എല്ലാം കൂടി ഒരു ഒത്തിണങ്ങിയ ലൈഫ് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഭാഗത്തിലൂടെയാണ് ഞാനിപ്പം കടന്നു പോകുന്നത്. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനോ അതുപോലെ സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരിക അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇക്കാനോട് പറയിക്കാം നമുക്ക് ഇന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറയും. അങ്ങനെ അവിടെ പോയിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പോയിട്ട് ഫുഡൊക്കെ അടിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെൻഷൻ ഏത് വഴിക്കാ അല്ലെങ്കിൽ ദേഷ്യം ഏത് വഴിക്കാ പോയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ എനിക്ക്. അങ്ങനെയുള്ളത് ആയതുകൊണ്ട് ഇക്കിടക്ക് പറയും നീ ചെറിയ എവിടേക്കോ ഒരു സൈക്കോ ആണെന്നൊക്കെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇതുമാതിരിയുള്ള ഒരു സ്വഭാവം നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫുഡ് അടിക്കുക, അതിലൂടെ ടെൻഷൻ മാറ്റുക അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യട്ടോ. പിന്നെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു ഫുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവിടുത്തെ ഹോട്ടലിലെ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതാ ഉപ്പേൻ്റെ കൂടെ കുറച്ച് നാളുകളായി ഇങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. ഫുഡെല്ലാം കഴിക്കുന്ന സമയത്ത് ഇതാ നല്ല പോലെ മഴയെല്ലാം പെയ്യുന്നുണ്ടേനു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങലാന്ന് കേട്ടോ. ഇത് കണ്ട പോയപ്പം കണ്ടിട്ടുള്ള എൻ്റെ ഫേസേ എല്ലാവരും ഇപ്പം കാണുന്നത്. അപ്പോൾ ഇതാ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയുണ്ടേനു. അപ്പോൾ ഒരു സൈഡ് ചേർന്നിട്ട് ഞങ്ങൾ എല്ലാവരും വണ്ടിൻ്റെ അടുത്തേക്ക് പോകലാന്ന് കേട്ടാ. ഇനിയിപ്പോൾ എന്താ ഇങ്ങനെ ടെൻഷനൊക്കെ ഇറക്കി വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.